തന്നെ രണ്ടാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം 120B പ്രകാരം 2 വർഷം, 365-ന് 3 വർഷം, 347 2 വർഷം, 201 പ്രകാരം 9 മാസം, അങ്ങനെ മൊത്തം 8 കൊല്ലവും 9 മാസവും. ഇതും ഓരോന്നും അതായത് ഒന്നിച്ചനുഭവിച്ചാൽ പോരാ, എല്ലാ ശിക്ഷാവിധികളും സെപ്പറേറ്റ് ആയിട്ട് അനുഭവിക്കേണ്ടതുണ്ട്. അപ്പോൾ മൊത്തം ശിക്ഷ 8 കൊല്ലവും 9 മാസമാണ്. ഈ നിഷാദിന് 120B പ്രകാരം 2 വർഷം, 347 പ്രകാരം 3 വർഷം, 201 പ്രകാരം 9 മാസം, അതായത് മൊത്തം 5 കൊല്ലവും 9 മാസവും. അതുപോലെ തന്നെ ഈ മൊത്തം 3,50,000 ഉറുപ്പിക വ്യത്യസ്ത വകുപ്പുകൾ പ്രകാരമാണ് ഫൈന്. അതുപോലെ തന്നെ ഈ വിക്ടിം കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ഇയാളുടെ ഷാബാസ് ഷരീഫിൻ്റെ ഭാര്യയ്ക്കും ജബിൻ താജ് അതുപോലെ തന്നെ അവർക്ക് കൊടുക്കാൻ ഈ കേസിൽ വിധി പറഞ്ഞു. ഓരോരുത്തരും എത്ര പേര് കൊടുക്കണം? അതാ നോക്കണം. കഴിഞ്ഞ ദിവസം ഈ കേസിലെ മൊത്തം 13 പ്രതികളിൽ 1, 2, 6 അങ്ങനെ 3 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടിരുന്നു. വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം അവർ ചെയ്തിട്ടുണ്ട് എന്നും കാണേണ്ടായി. ശിക്ഷയെ സംബന്ധിച്ച് ഉള്ള വാദം പൂർത്തിയായതിനു ശേഷം ഇന്നാണ് വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓരോ പ്രതികൾക്കും വ്യത്യസ്തമായ തരത്തിലാണ് അതിൻ്റെ ശിക്ഷ. ഒന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പ്രതി 120B, അത് ഗൂഢാലോചന, അതുപോലെ തന്നെ 347, തെളിവ് നശിപ്പിക്കൽ 201, പിന്നെ നരഹത്യ, അങ്ങനെ 4 ഇത് പ്രകാരമാണ് വകുപ്പുകൾ പ്രകാരമാണ് ഒന്നാം പ്രതിയെ കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുള്ളത്. അതിന് കൊടുത്തിട്ടുള്ള ശിക്ഷ 120B അനുസരിച്ച് 2 വർഷം, 347-ന് 3 വർഷം, 201-ന് 9 മാസം, 304-ന് 8 കൊല്ലം. ഇതിൽ വളരെ പ്രസക്തമായിട്ടുള്ളത് ഈ ശിക്ഷാവിധി വ്യത്യസ്തമായിട്ട് തന്നെ അനുഭവിക്കണം. ഓരോന്നും വ്യത്യസ്തമായിട്ട് അനുഭവിക്കണം, ഒന്നിച്ച് അനുഭവിച്ചാൽ പോരാ. അപ്പോൾ മൊത്തം 13 വർഷവും 9 മാസവുമാണ് ഒന്നാം പ്രതിക്ക് ഈ കേസിൽ കോടതി ശിക്ഷ വിധിച്ചത്.